ഡയാലിസിസ്. ഈ ഒരു വാചകം ഇന്ന് എല്ലാ മലയാളികൾക്കും സുപരിചിതമാണ്. തന്റെ കുടുംബത്തിലോ അയൽ വീടുകളിലോ ഏതെങ്കിലും ഒരാൾ ഈ ഒരവസ്ഥയിലൂടെ തീർച്ചയായും കടന്നു പോകുന്നുണ്ടാകും. ഇരുവൃക്കകളുടെയും പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ ജീവൻ നിലനിർത്തുന്നതിനായുള്ള ഒരു ഉപാധിയാണ് ഡയാലിസിസ്. അങ്ങനെയുള്ള 250-ലേറെ മനുഷ്യർക്ക് ജീവന്റെ തുടിപ്പേകുന്ന ഒരു സ്ഥാപനം ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ഡയാലിസിസ് സെന്റർ. മലപ്പുറം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ കൊണ്ടോട്ടിയിൽ തല ഉയർത്തി നിൽക്കുന്ന സമാനതകളില്ലാത്ത ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം. 2015 കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് സെന്ററുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ ക്യാൻസർ എന്ന മഹാവിപത്തിനെയായിരുന്നു നാം ആശങ്കയോടെ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതിനേക്കാൾ ഭയത്തോടെ നേരിടേണ്ടി വരുന്ന ഒരസുഖമായി വൃക്കരോഗം മാറിയിരിക്കുന്നു. എത്ര ധനാഢ്യനായാലും ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലെത്തിയാൽ സാമ്പത്തികമായി എല്ലാം നഷ്ടമാവുന്ന ദുരവസ്ഥയിലേക്ക് ആ കുടുംബമെത്തുന്നു. ഈ സാഹചര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കാണുന്നതെല്ലാം. നമ്മൾ ഒന്നുമില്ലാത്തിടത്തു നിന്ന് തുടങ്ങി ഇന്ന് 1,72,000-ലേറെ ഡയാലിസുകൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ, പൂർണ്ണമായ സൗജന്യത്തോടു കൂടി തന്നെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ടെങ്കിലും 400-ലേറെ അപേക്ഷകർ ഇപ്പോഴും അവസരത്തിന് വേണ്ടി ഈ കാരുണ്യ കവാടത്തിൽ കാത്തുനിൽക്കുന്നു എന്നത് സങ്കടകരമാണ്. എന്നാലും നമുക്ക് ഉള്ളതിൻ്റെ എല്ലാ മാർഗവും ഉപയോഗിച്ച് നമുക്ക് അർഹതപ്പെട്ടവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തു അവർക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കുകയാണ്. അതിരാവിലെ വെട്ടം തെളിയുന്നതിന് മുമ്പ് തന്നെ അവർ എത്തിത്തുടങ്ങും. ആദ്യ ബാച്ച് രാവിലെ 6 മണി മുതൽ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു ദിനം 3 ബാച്ചുകളിലായി 5 ഡയാലിസിസ് യൂണിറ്റുകളിൽ ഈ പ്രക്രിയ എല്ലാ ദിനവും മുടക്കമില്ലാതെ നടന്നുപോകും. അവസാനത്തെ ആൾ ഡയാലിസിസ് കഴിഞ്ഞ് സെന്റർ വിടുമ്പോൾ രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടാകും. 2 ഷിഫ്റ്റുകളിലായി 40-ലേറെ സ്റ്റാഫുകൾ നമ്മോടൊപ്പമുണ്ട്. എല്ലാ ഊർജവും നഷ്ടമായി അവശതയോടെയാണ് പല രോഗികളും ഇവിടെ വന്നിറങ്ങുന്നത്. കൈപിടിച്ചും ചേർത്ത് പിടിച്ചും കൂടെ അവരുടെ ഉറ്റവർ ആരെങ്കിലും ഉണ്ടാകും. അവർക്ക് 4 മണിക്കൂറിലേറെ സമയം ചെലവഴിക്കാൻ കാത്തിരിപ്പ് കേന്ദ്രവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ബൈസ്റ്റാൻഡേഴ്സിന് ഇരിക്കാൻ എടുത്തു പറയേണ്ട കാര്യമാണ്. നമുക്ക് നല്ല സൗകര്യം അവർ തന്നത്. മറ്റ് ആശുപത്രിയിലൊക്കെ നമ്മൾ കോണിമേലും അവിടെയൊക്കെ ഇരുന്ന് ഒപ്പിക്കലാണ്. അപ്പം നമുക്ക് സൗകര്യമുണ്ട്. നമ്മളൊക്കെ സാധാ കുടുംബത്തിലുള്ള ആൾക്കാരവിടെ ചെയ്യുന്നത്. ഈ കിഡ്നി രോഗം നമ്മളെ കൂട്ടത്തിൽ ആർക്കും വരാതിരിക്കട്ടെ, ഒരാൾക്കും വരാതിരിക്കട്ടെ, വന്നോൾക്ക് സമാധാനം കൊടുക്കട്ടെ. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. ഡയാലിസിസ് കഴിഞ്ഞിറങ്ങുന്ന രോഗികൾക്ക് സൗജന്യമായാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. രാവിലെ മുതൽ രാത്രി വരെ വളരെ സജീവമായി ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നു. ഈ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മുക്തനാവാനുള്ള ഏക വഴി ഒരു വൃക്കയെങ്കിലും മാറ്റിവെക്കുക എന്നത് മാത്രമാണ്. എന്നാൽ ഭീമമായ ചിലവും അനുയോജ്യരായ ഡോണറെ ലഭിക്കാത്തതും വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ ജീവൻ നിലനിൽക്കുന്നത് ഈ ഒന്നിടവിട്ടുള്ള ഡയാലിസിസ് പ്രക്രിയയിലൂടെയാണ്. അവരുടെ വാക്കുകൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തും. ഇപ്പം നമ്മൾ സത്യം പറയണം, ഈ രോഗികളൊക്കെ മുന്നോട്ട് പോണത് ഈ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ടാണ്. അല്ല പ്രൈവറ്റ് പോയാൽ ഇപ്പോൾ ഒരാൾക്കും ഇന്ന് ഡയാലിസിസ് ചെയ്ത് ജീവിച്ചു പോകാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ഡയാലിസിന് ചുരുങ്ങിയത് 2,500 ഉറുപ്പ്യാണ്. ഇവിടെ നമുക്കൊരു 10 ദിവസം ചിലവില്ല. ഭക്ഷണം വരെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. എല്ലാ രോഗികൾക്കും അറിയാം. അതാണ് ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചു പോകേണ്ടതുള്ള കാരണം. ഈ സ്ഥാപനം ഉള്ളതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളും ബന്ധപ്പെട്ടവരും ഇതെല്ലാം ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിനാൽ ഈ മനുഷ്യരെ നമുക്ക് കൈവിടാനാകില്ല. ഇവരെ മാത്രമല്ല,
കാത്തിരിപ്പ് പട്ടികയിൽ കഴിയുന്ന നൂറുകണക്കിന് അപേക്ഷകരും നമ്മിലേക്ക് തന്നെയാണ് പ്രതീക്ഷയോടെ നോക്കുന്നത്. ഒരു പതിറ്റാണ്ടിലേറെ കാലം നമ്മൾ മുന്നോട്ടു പോയി. ഇക്കാലയളവിൽ ഇവിടെ എത്തുന്നവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ ചികഞ്ഞില്ല. തികച്ചും അർഹരായവരെ നമ്മൾ ചേർത്ത് പിടിച്ചു. ഇനിയും അത് തുടരും. രവീന്ദ്രൻ ചേട്ടൻ പറയുന്നതും അതുതന്നെയാണ്. പിന്നെ ഈ സ്ഥാപനം കിട്ടിയതിൻ്റെ പേരിൽ ഇന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടും എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹവും നന്ദിയും കടപ്പാടും തരുന്നു. ഈ സ്ഥാപനം നിലനിന്ന് പോകുന്നത് തന്നെ അനേകം ജനങ്ങളുടെ ഒരു ഇതുകൊണ്ടാണ്, മനസ്സുകൊണ്ടാണ്. സഹായിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് പടച്ചവൻ്റെ മുമ്പേ, എൻ്റെ ദൈവങ്ങളെ മുമ്പേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഡയാലിസിസ് രോഗികളെ ഓരോ നിമിഷവും നമ്മൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനായി വിദഗ്ധനായ നെഫ്രോളജി ഡോക്ടറുടെ സേവനവും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഒപ്പം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനായി അത്യാധുനിക സൗകര്യങ്ങളുള്ള ലബോറട്ടറിയും നമ്മുടെ സെന്ററിലുണ്ട്. ഫാർമസിയിൽ നിന്ന് മിതമായ നിരക്കിൽ മരുന്നുകളും ലഭ്യമാക്കുന്നു. ശിഹാബ് തങ്ങൾ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും. അതിന് നമ്മൾ എന്തൊക്കെയാണ് സേഫ്റ്റി യൂസ് ചെയ്യേണ്ടത്? അതാണ് പുതിയ കാലത്ത് ജോലി സാധ്യതയുള്ള BSc ഇൻ ഡയാലിസിസ് ടെക്നോളജി, BSc ഇൻ മെഡിക്കൽ ലബോറട്ടറി, BVoc ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകൾ മികച്ച ഇന്റർനാഷണൽ സൗകര്യങ്ങളോടുകൂടി നമ്മൾ നൽകി വരുന്നു. നിരവധി വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അഡ്മിഷൻ എടുത്തത്. ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കോളേജിനായി പുതിയൊരു ബ്ലോക്കും പണി കഴിപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കാഴ്ച പരിമിതിയുള്ള ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ നൽകുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രവും നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു. എന്തുകൊണ്ട് ഇന്ന് ഇത്രയധികം വൃക്കരോഗികൾ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പല റിസർച്ചുകളും നൽകുന്ന റിപ്പോർട്ടുകൾ നമുക്ക് മുമ്പിലുണ്ട്. ജീവിതശൈലീ രോഗങ്ങൾ അവയിൽ മുന്നിലുണ്ട്. മറ്റ് കാരണങ്ങളും നിരവധിയാണ്. അതിലൊന്നാണ് കുടിവെള്ളത്തിലെ അണുക്കളുടെ സാന്നിധ്യം. അത് കണ്ടെത്തുന്നതിനായി വാട്ടർ ടെസ്റ്റിംഗ് ലാബും നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. വീടുകളിലെത്തി സാമ്പിൾ ശേഖരിച്ച് എല്ലാ പരിശോധനകളും നടത്തി ഫൈനൽ റിപ്പോർട്ട് നൽകുന്നു. തുടർന്ന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കിഡ്നി രോഗനിർണയ ബോധവൽക്കരണ ക്യാമ്പുകൾ ജനകീയമായി മുന്നേറുകയാണ്. നമ്മുടെ മൊബൈൽ യൂണിറ്റ് ജില്ലാ അതിർത്തികളെല്ലാം കടന്ന് 1000-ഓളം ക്യാമ്പുകളാണ് നിലവിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞത്. ഒരുപാട് പേരെ തുടക്കത്തിൽ തന്നെ അസുഖം തിരിച്ചറിഞ്ഞ് വൃക്ക നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്താതെ നോക്കാൻ നമുക്ക് സാധിച്ചു. അത് വലിയ നേട്ടമായി തന്നെ കാണുകയാണ്. ഇനിയും ഓരോ ഗ്രാമങ്ങളിലേക്കും നമ്മൾ ക്യാമ്പുകളുമായി വരും ദിനങ്ങളിൽ ഓടിയെത്തും. നമ്മുടെ സ്വപ്ന പദ്ധതിയായ സ്റ്റെപ്സിന്റെ ശിലാസ്ഥാപനം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു. നിർഭാഗ്യവശാൽ ഇന്ന് നമുക്കിടയിൽ ഓട്ടിസവും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. അവരും നമ്മോടൊപ്പം പൊതുസമൂഹത്തിൽ അഭിമാനപൂർവ്വം ജീവിക്കേണ്ടവരാണ്. അതിനായി കേരളം ഇന്നുവരെ കാണാത്ത പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൊണ്ടോട്ടിക്കടുത്ത് വെട്ടുകാട് എന്ന സ്ഥലത്ത് 3 ഏക്കറിൽ ബഹുനില കെട്ടിട സമുച്ചയങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറും വാർദ്ധക്യ പരിചരണവുമെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അതിവേഗത്തിൽ സ്റ്റെപ്സ് എന്ന പ്രോജക്റ്റും നമുക്ക് പൂർത്തിയാക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു നാട് ഒന്നടങ്കം ഒരുമിച്ച് നിന്നതുകൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുകയാണ്. നിങ്ങളുടെ ഒക്കെ സഹായമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഇന്ന് ഈ സെൻറ്റർ ഇങ്ങനെ ഉയർന്നു വന്നതും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിച്ചത്. ഇനിയും ഇത് നമുക്ക് തുടരണം. ഒരു വർഷം ഏകദേശം 5 കോടിയോളം രൂപ ചെലവ് വരുന്ന ഈ മഹാസംരംഭത്തിന്
നിങ്ങൾ ഓരോരുത്തരുമാണ് തുണയായി നിന്നത്. ഉണ്ടാവണം, എക്കാലത്തും കൂടെ വേണം. വിസ്മയകരമായ ഈ പുണ്യപ്രവൃത്തികൾ എല്ലാം സാധ്യമാകുന്നത് ഹൃദയത്തിൽ നന്മ ബാക്കിയുള്ള ഒരുപാട് മനുഷ്യരുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് മാത്രമാണ്. പ്രവാസി ചാപ്റ്ററുകൾ, വിവിധ പഞ്ചായത്തുകളിലെ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾ, പേര് പോലും പറയാൻ ആഗ്രഹിക്കാത്ത കാരുണ്യക്കരങ്ങൾ, അങ്ങനെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റ്. ഈ നിസ്സഹായരായ മനുഷ്യരുടെ പ്രാർത്ഥനകളാണ് നിങ്ങൾക്ക് പ്രതിഫലമായി ഈ ലോകത്തും പരലോകത്തുമായി ലഭിക്കുക. നമുക്കൊരുമിച്ച് ഈ പ്രയാണം തുടരാം.